സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോൺസിലും 50 MB ആണ് വരുന്നത്. സോ റീൽസ് ഓളീസ് നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാം. 2025 വന്നിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഓപ്പോ റെനോവിൻ്റെ പുതിയ സീരീസും വന്നിട്ടുണ്ട്. നല്ല സ്വാഗ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ, എക്സ്ട്രാ ക്യാമറാസ്. എല്ലാ സമയവും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നെയ്ബറുടെ CCTV ക്യാമറയുടെ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. ഇതാണ് ഓപ്പോ റെനോ 13 Pro ആൻഡ് അതിൻ്റെ അനിയത്തി ഓപ്പോ റെനോ 13. സോ ഇവർ രണ്ടാളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്സ് ആൻഡ് റിവ്യൂസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള 5-minute റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ ഞാൻ അക്കു, വെൽക്കം ടു AkkusView. So let's start with the design. നല്ല സ്വാഗ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്കിതിനെ കണ്ടെന്ന് പറഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിൽ അതിൽ അട്രാക്റ്റീവ് ആയിട്ട് ഒരാളെ നമ്മൾ ഫോക്കസ് ചെയ്യും. പിന്നെ എവിടെ പോവുകയാണെങ്കിൽ ആ പെൺകുട്ടി എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇത് മിസ്റ്റ് ലാവൻഡർ ആൻഡ് ഗ്രാഫൈറ്റ് ഗ്രേ എന്നീ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രെയിംസ് നോക്കുകയാണെങ്കിൽ എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ഫ്രെയിമാണ്. അതിൻ്റെ കൂടെ തന്നെ കോർണറിംഗ് ഗൊറില്ല ഗ്ലാസ് 7i വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം സ്ലിം ഒക്കെയാണ്. 7.6 mm തിക്നെസ് ആണ് ഇതിന് വരുന്നത്. ആൻഡ് കമ്മിങ് ടു റെനോ 13, ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ പെൺകുട്ടിയുടെ അനിയത്തിയായിട്ട് വരും. ഇത് വരുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക്, ഗാലക്സി ബ്ലൂ ആൻഡ് ബട്ടർഫ്ലൈ പർപ്പിൾസ് എന്നീ 3 കളേഴ്സിലാണ്. ആൻഡ് പ്രോവിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ സ്ലൈറ്റ് ആയിട്ട് ചെറുതായി തോന്നും. ആൻഡ് 181 grams വെയിറ്റ് ഉണ്ട്. സോ ഫോൺ കയ്യിലില്ലാതെ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഇത് ഹാൻഡി ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് കമ്മിങ് ടു ഡ്യൂറബിലിറ്റി ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, രണ്ട് ഫോണും IP69 റേറ്റിംഗോട് കൂടിയാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ഫോൺ താഴെ വെക്കാൻ പറ്റാത്ത ആളുകൾക്ക് കുളിക്കുന്ന സമയത്ത് പോലും ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അടിച്ച് പൊളിച്ച് കുളിക്കാം. സോ റെനോ 30 Pro 2 മീറ്റർ ആഴത്തിൽ ഏകദേശം 30 മിനിറ്റോളം പ്രശ്നങ്ങളൊന്നും കൂടാതെ നിൽക്കും. സോ നിങ്ങൾക്കൊരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ സ്പ്ലാഷ് ടച്ച് ഫീച്ചറും കൊണ്ടുവന്നുണ്ട്. സോ നിങ്ങൾ കുളിക്കുന്ന സമയത്താണെങ്കിലും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്താണെങ്കിലും മഴയത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ടെക്സ്റ്റ് ചെയ്യാം. And coming to display, Pro versionil 6.83 inch 1.5K screen with 120Hz refresh rate ആണ് വരുന്നത്. 13 Pro സീരീസിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 nits ആണെങ്കിൽ 13-ൽ വരുമ്പോൾ 1200 nits ആയിട്ട് കുറയുന്നുണ്ട്. സോ 13 വാങ്ങിച്ചിട്ട് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇൻഡോറിൽ മാത്രം യൂസ് ചെയ്യുക, പുറത്തൊന്നും പോയി യൂസ് ചെയ്യരുത്. ആൻഡ് 13-ലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ലൈറ്റ്ലി സ്മോളർ ഡിസ്പ്ലേ ആണ്. 6.59 inch ഡിസ്പ്ലേ, ഫുൾ HD+ സപ്പോർട്ടോടുകൂടി 120Hz റിഫ്രഷ് റേറ്റും ഉണ്ടാവും. ആൻഡ് പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഓപ്പോ റെനോ 13 സീരീസ് ആണ് MediaTek Dimensity 8350 ചിപ്സെറ്റ് ആദ്യമായിട്ട് ഈ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2-നേക്കാളും നല്ല പെർഫോമൻസ് ഒക്കെ കൊടുക്കാൻ ഇതിന് സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് BGMI എല്ലാം മാക്സിമം ഗ്രാഫിക്സ് വെച്ച് കളിക്കുന്ന സമയത്ത് ചെറിയൊരു ഹിക്കപ്സ് വരുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. ആൻഡ് ബാറ്ററി ആൻഡ് ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ പ്രോ വേർഷൻ വരുന്നത് 5800 mAh. ഇതുവരെ ഓപ്പോ റെനോ സീരീസിലുള്ള മൊബൈൽസിൽ വെച്ച് ഏറ്റവും കൂടുതൽ 80 watts വയർഡ് ചാർജിങ് വരുന്നുണ്ട്. 0 to 100% ഏകദേശം ഒരു 50 minutes ചാർജ് ആവും. അതുമാത്രമല്ലാതെ 50 watts വയർലെസ് ചാർജിങ് ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ആൻഡ് 13-ലേക്ക് വരികയാണെങ്കിൽ 200 mAh കുറച്ച് 5600 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ആൻഡ് ചാർജിങ് എല്ലാം സെയിം ആയിരിക്കും. 80 watts ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ അതിലാണ് ഈ ഒരു ഫോൺ ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്നത്. അതും 13 Pro ആണ്, 13 അല്ല. 13 Proയിൽ ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. സോണി IMX890 സെൻസറോടുകൂടി 50 MB ടെലിഫോട്ടോ ക്യാമറ, 8 MB അൾട്രാ വൈഡ്, 50 MB സെൽഫി ക്യാമറ. ആൻഡ് റെനോ 13-ലേക്ക് വരികയാണെങ്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് വരുന്നത്. 50 MB മെയിൻ ക്യാമറ ആൻഡ് 8 MB അൾട്രാ വൈഡ് ക്യാമറ. റെനോ സ്റ്റാർട്ട് ചെയ്യുന്നത് 34,999 rupees ആണ്. വൈൽ 13 Pro സ്റ്റാർട്ട് ചെയ്യുന്നത് 49,999 rupees ആണ്, ½ lakh. സോ നിങ്ങൾ പേഴ്സ് കാലിയാക്കാതെ ഒരു സോളിഡ് മിഡ് റേഞ്ച് ഫോൺ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോ റെനോ 13 എടുക്കാം. ബട്ട് ഗെയിമേഴ്സ്, നല്ല ക്വാളിറ്റി ഫോട്ടോസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആൻഡ് മൾട്ടി ടാസ്കിങ് ചെയ്ത് ഫോണിനെ ടോർച്ചർ ചെയ്യുന്നവർക്കെല്ലാം റെനോ 13 Proയിലേക്ക് പോവാം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഓപ്പോ റെനോ 13 സീരീസ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ ഏത് ഫോൺ റിവ്യൂ ചെയ്യണമെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.